ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സെറ്റ് എക്സാം രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആയത് 2024 സെപ്റ്റംബർ 25 ഉച്ചയ്ക്ക് 1 മണി മുതൽ ആണ്. എക്സാം അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് 2024 ഒക്ടോബർ 22 മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ 2024 ഒക്ടോബർ 22 മിഡ് നൈറ്റ് വരെ പേയ്മെൻറ്റ് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമായി വന്നാൽ 2024 ഒക്ടോബർ 23 രാവിലെ 11 മണി മുതൽ 2024 ഒക്ടോബർ 25 അർദ്ധരാത്രി വരെ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അഡ്മിഷൻ ടിക്കറ്റ് അഥവാ ഹാൾ ടിക്കറ്റ്, അതുപോലെ ഡേറ്റ് ഓഫ് ടെസ്റ്റ്, ഇവ രണ്ടും പിന്നീട് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ 2023 സെപ്റ്റംബർ 26-നും 2024 ഒക്ടോബർ 25-നും ഇടയിൽ ഉള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി പ്രോസ്പെക്ടസും അതിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും ശ്രദ്ധയോടെ വായിക്കുക. ഫസ്റ്റ് ഇയർ PG BEd ചെയ്യുന്ന സ്റ്റുഡൻസ് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടെ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വൺ ടൈം പേയ്മെൻറ്റ് നടത്തിയാൽ അത് റീഫണ്ട് ചെയ്യുന്നതുമില്ല. കാൻഡിഡേറ്റ്സിനെ പ്രൊഫഷണലിയാണ് എക്സാമിന് അഡ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ സെറ്റ് എക്സാം പാസ്സായ ആളുകൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ അവർക്ക് സെറ്റ് പാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ രജിസ്ട്രേഷനാണ്. അപ്ലൈ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും മസ്റ്റായിട്ട് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും കാൻഡിഡേറ്റ്സിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് SMS ആയി ലഭിക്കുന്നത്. ഒരു മൊബൈൽ നമ്പർ ഒരു കാൻഡിഡേറ്റിന് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വൺ ടൈം ഒരു കാൻഡിഡേറ്റ് യൂസ് ചെയ്ത മൊബൈൽ നമ്പർ കൊണ്ട് മറ്റൊരു കാൻഡിഡേറ്റിന് അറ്റ് ദ സെയിം ടൈം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന സ്ക്രീനിലാണ് അവരുടെ മൊബൈൽ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് മറ്റാരെങ്കിലും ഈ സെയിം നമ്പർ ഉപയോഗിച്ച് മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മറ്റാരും സെയിം നമ്പർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ OTPക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. OTP കിട്ടിയ ശേഷം കാൻഡിഡേറ്റ്സ് ആ OTP ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രൊസീഡ് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ അഥവാ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യലാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ഡാറ്റ എൻട്രി സ്ക്രീൻ വിസിബിൾ ആവുകയും അതിൽ കാൻഡിഡേറ്റ്സ് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുകയുമാണ് വേണ്ടത്. നമ്മൾ സെറ്റിന് ഓപ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നമ്മൾ PG ചെയ്ത കോഴ്സായിരിക്കണം. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ. മറ്റൊരു കാര്യം, ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മാർക്ക് റിസർവേഷൻ ഉണ്ട്. അതുപോലെ
സ്ക്രൈബിൻ്റെ ഹെൽപ്പും തേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. മിനിമം 40%, അതായത് 40% ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സാണ് ആപ്ലിക്കേഷൻ ഫീ കൺസെഷനും അതുപോലെ മാർക്ക് റിലാക്സേഷനും അതുപോലെ സ്ക്രൈബിൻ്റെ സർവീസിനുമെല്ലാം എലിജിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി, അതുപോലെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി, നമുക്ക് സ്ക്രൈബിന് ആവശ്യമുണ്ടോ ഇല്ലയോ, അതെല്ലാം കൃത്യമായിട്ട് തെറ്റിക്കാതെ തന്നെ കൊടുക്കുക. മറ്റൊന്ന് കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റി റിസർവേഷനിലും വരാത്ത ആൾക്കാർക്ക് ജനറൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ OBC കാൻഡിഡേറ്റ്സ് 2 ടൈപ്പ് പറയുന്നുണ്ട്. OBC ക്രീമി ലെയറും ഉണ്ട്, OBC നോൺ ക്രീമി ലെയറും ഉണ്ട്. ഇതിൽ OBC ക്രീമി ലെയർ ആണെങ്കിൽ അവർ മാർക്ക് റിലാക്സേഷന് എലിജിബിൾ അല്ല. പക്ഷേ OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതുപോലെ SC/ST കാൻഡിഡേറ്റ്സും ആണെങ്കിലും മാർക്ക് റിലാക്സേഷന് എലിജിബിലിറ്റി ഉള്ളതാണ്. OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് വാലിഡ് ആയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാത്രവുമല്ല, സെറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും കൂടെ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. SC/ST കാൻഡിഡേറ്റ്സ് അവരുടെ സെറ്റ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പീസ് മസ്റ്റായിട്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം ഒരിക്കൽ കൂടി അതൊന്ന് വെരിഫൈ ചെയ്ത ശേഷം അത് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ ഡാറ്റ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ID-യും സൈറ്റ് ആക്സസ് കീയും SMS ആയിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്നതാണ്. ഈ രജിസ്ട്രേഷൻ ID-യും അതുപോലെ ആക്സസ് കീയും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യം വരുന്നതുമാണ്. സോ അത് നോട്ട് ചെയ്ത് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യലാണ്. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോയുടെ ഹൈറ്റ് 200 പിക്സലും അതുപോലെ വിഡ്ത്ത് 150 പിക്സലും ആയിരിക്കണം. അതുപോലെ ക്ലിയർ ബാക്ക്ഗ്രൗണ്ടിലെടുത്ത ഫോട്ടോയുമായിരിക്കണം. ഇത് നമ്മളൊരു ഫയൽ ഉണ്ടാക്കി അതിൽ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ അല്ലെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് പ്രസ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ പക്കയാണെങ്കിൽ, അതിന് ക്ലാരിറ്റി ഉണ്ട്, അത് ക്ലിയർ ആണെങ്കിൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. സോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടെ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 4 നോക്കാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് എക്സാം ഫീ ആണ്. എക്സാം ഫീ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുന്നതാണ് സ്റ്റെപ്പ് 4. ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽസും നോക്കാം. ജനറൽ, OBC, ക്രീമി ആൻഡ് നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് 1000 രൂപയും SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ വിഷ്വലി ഓർ ഫിസിക്കലി ഡിസബിലിറ്റി 40% കൂടുതൽ ഉള്ള കാൻഡിഡേറ്റ്സിന് 500 രൂപയുമാണ് എക്സാം ഫീ വരുന്നത്. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈനാണ്. സോ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, അതുമല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രൊവൈഡർ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പേയ്മെൻറ്റ് പോർട്ടൽ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ്, പ്രൊസീഡ് ടു ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് ആക്സസിബിൾ ആവും. നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീ
ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഒരു ബട്ടൺ ആക്സസിബിൾ ആവുന്നതുമാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. സോ കാൻഡിഡേറ്റ്സിന് മുകളിൽ പറഞ്ഞ അത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫിൽഡ് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് നമുക്കിപ്പോൾ സ്ക്രൈബ് ഫെസിലിറ്റി ആവശ്യമായിട്ട് വന്നാലും അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് മാർക്സ് റിലാക്സേഷൻ കിട്ടണമെങ്കിലും ഈ പ്രിൻ്റ് ഔട്ട്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടെ LBS സെൻറ്ററിലേക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് സ്ക്രൈബ് ഫെസിലിറ്റി ആണെങ്കിലും മാർക്സ് റിലാക്സേഷൻ ആണെങ്കിലും ലഭിക്കുകയുള്ളൂ. എല്ലാവരും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. സ്ക്രൈബ് ഫെസിലിറ്റി ആവശ്യമുള്ളവരും മാർക്സ് റിലാക്സേഷൻ അറിയിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് തിരുവനന്തപുരം LBS സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയാണ് സെറ്റ്. സോ ഈ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയെയാണ്. സെറ്റ് ജനുവരി 2025 പ്രോസ്പെക്ടസും സിലബസും LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും B.Edഉം ആണ് അടിസ്ഥാന യോഗ്യത. എന്നാൽ ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ B.Ed വേണം എന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. LTTC, DLED തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെ സെറ്റിന് പരിഗണിക്കുന്നതാണ്. മാത്രവുമല്ല SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും PWD വിഭാഗത്തിൽപ്പെടുന്നവർക്കും ബിരുദാനന്തര ബിരുദത്തിന് 5% മാർക്കിളവ് അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യതയിൽ 1 മാത്രം നേടിയവർക്ക് ഈ പറയുന്ന നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. 1. പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവർ B.Ed കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം. 2. അല്ലെങ്കിൽ അവസാന വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് B.Ed ബിരുദം ഉണ്ടായിരിക്കണം. 3. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവർ അവരുടെ PG അല്ലെങ്കിൽ B.Ed പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. അല്ലാത്തപക്ഷം അവരെ ആ ചാൻസിൽ സെറ്റ് പരീക്ഷ പാസ്സായതായി പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയ്ക്കൊപ്പം ലിറ്ററേച്ചറിൻ്റെ സിലബസ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.